അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു സഹോദരിക്ക് ഞാനൊരു ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ പറയാനുള്ള കാരണം ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ദിക്ർ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് സമാധാനത്തിലാവാൻ ചൊല്ലേണ്ട ഒരു ദിക്ർ പറഞ്ഞു തരുമോ എന്നൊക്കെ പറയാറുണ്ട്. അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുന്ന ദിക്റാവുകയും വേണം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാനൊരു ദിക്ർ വല്ലാത്ത പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കറിയാവുന്ന ഒരു ദിക്ർ ഞാൻ ചൊല്ലിയാലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരവും കിട്ടുന്ന ദിക്റാണ്. അപ്പോൾ ഞാൻ അത് ചൊല്ലേണ്ട രീതിയും എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ പ്രയാസത്തിലാണ്, എന്താ ചെയ്യാറില്ല, കടം കൊണ്ടാണ് വിഷമമുള്ളത്. പക്ഷേ സ്ഥലമുണ്ട് വിറ്റ് കിട്ടാൻ. അപ്പോൾ ഒരുപാട് പേര് എത്രയോ കാലമായി ആ സ്ഥലം ഇങ്ങനെ വന്ന് നോക്കും. ഇവർ വിചാരിക്കുന്ന പണം കിട്ടില്ല എന്ന് പറയുമ്പം അങ്ങനെ അവർ പോവും. അങ്ങനെയാണ്, ഒന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി നിയ്യത്താക്കി ചൊല്ലാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് ചൊല്ലിയിട്ട് അവർക്ക് ആ പറഞ്ഞു കൊടുത്ത ആ ഒരു രീതിയിൽ ചൊല്ലിയിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ കാര്യം നടന്ന് കിട്ടിയെന്ന് അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിക്ർ പുതിയ ദിക്റൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ്. അപ്പോൾ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ വന്ന സമയത്താണ്. വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലുമാണ് ഈ ഒരു ദിക്ർ അർദ്ധരാത്രി സമയത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ 1000 തവണയാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാവിലാണ് ഇത് ചൊല്ലിയത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ്. ഇന്നത്തെ രാവിലും നമുക്ക് നിയ്യത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ്. ഇനിയിപ്പം അർദ്ധരാത്രിക്ക് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയില്ല എങ്കിൽ സുബഹിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലാൻ നോക്കുക. അതായത് തഹജ്ജുദ് നിസ്കാരത്തിനൊക്കെ നമ്മൾ എണീക്കില്ലേ, തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത്, വേദനിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക. എന്നിട്ട് ഈ 1000 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 1000 തവണ ചൊല്ലിത്തീരുന്നത് വരെ വേറൊന്നും നിങ്ങൾ സംസാരിക്കരുത്. നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കോളി. അത്രക്കും മനസ്സിൽ ആ പ്രയാസം വെച്ചുകൊണ്ട്, അള്ളാനെ മനസ്സിൽ ഓർത്തുകൊണ്ട്, എൻ്റെ കാര്യം ഇന്നാലിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട്, ആ കാര്യം ഒന്ന് നടന്ന് കിട്ടാൻ, ആ കാര്യത്തിനൊരു സമാധാനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൊല്ലുന്നത്, അങ്ങനെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലിക്കോളി. നിങ്ങൾക്കും അതിന് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും ഇൻഷാ അല്ലാ. ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നീക്കി കിട്ടിയൊരു ദിക്റാണിത്. ഒരുപാട് ഉമ്മമാർ ഈ ദിക്റിനെ പറ്റി പറയുമ്പം ഇങ്ങോട്ട് പറയാറുണ്ട്, ഞാൻ ഈ ഒരു ദിക്ർ നിയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ട് ഓരോ കാര്യങ്ങളും നടന്ന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ കുട്ടീൻ്റെ കല്യാണം ശരിയായി കിട്ടിയിട്ടുണ്ട്, പണ്ടം വെച്ചതുണ്ടായിരുന്നു ബാങ്കിൽ, അതൊന്ന് എടുത്തു കൊടുക്കാൻ, ആരാൻ്റെ പണ്ടമായിരുന്നു, അതൊന്ന് എടുത്തു കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി ഒന്ന് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു ദിക്ർ നിയ്യത്താക്കി 7 ദിവസം തുടരെയായിട്ട് ഞാൻ ചൊല്ലി. അൽഹംദുലില്ലാ എൻ്റെ ആ കാര്യം, എൻ്റെ മനസ്സിലുള്ള വേദന തീർന്നു. എന്നെ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് എനിക്ക് നടന്നത് എന്ന്. ആ പണ്ടം എടുത്തു കൊടുക്കാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തിലൂടെയാണ് അവരുടെ കയ്യിൽ പൈസ കിട്ടിയത് എന്ന്. അപ്പം നമ്മൾ ഓരോ ദിക്റും ഓരോ സ്വലാത്തും ചൊല്ലുന്നതിന് അതിൻ്റേതായ പുണ്യമുണ്ട്. നമുക്കതിന് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഉത്തരം കിട്ടാത്ത കാരണം നമ്മൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടാവാം. നമ്മൾ അത്രക്കും പ്രയാസത്തോട് കൂടിയിട്ടാണ് ഓരോ സ്വലാത്തുകളും ദിക്റൊക്കെ നിയ്യത്താക്കി ചെല്ലുന്നത് എങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു ദിക്ർ നിങ്ങൾ സുബഹിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അർദ്ധരാത്രി സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 3:30 മണിയൊക്കെ ആവുന്ന സമയത്ത് എണീറ്റിട്ട് ഒന്ന് 2 റക്അത്ത് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദിക്ർ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കോളി 1000 തവണ. 1000 തവണയും നല്ല ആ മനസ്സിലുള്ള ആ ഇടങ്ങേറ്, നിങ്ങളാ ഇടങ്ങേറ് എന്താണ്, ആ ഒരു ഇടങ്ങേറ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുക ഇൻഷാ അല്ലാ. നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളാ കാര്യം റാഹത്തിലാക്കി കിട്ടും. അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണിത്. അപ്പോൾ നിങ്ങൾ
ഈ പറഞ്ഞ പോലെ ചൊല്ലി നോക്കുക. ഒരുപാട് ഉമ്മമാർ ഇങ്ങനെ വാട്സപ്പിൽ ഓരോ ദിക്റും സ്വലാത്തും ഒന്ന് പറഞ്ഞു തരൂ എന്നിങ്ങനെ വിഷമം പറഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പം അതാണ് ഞാൻ വീഡിയോയിലായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അത് കേൾക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ദിക്ർ ആരും മറന്നു പോകണ്ട. ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു ദിക്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സഹോദരി അത്രക്കും പ്രയാസപ്പെട്ടിട്ടാണ് ഈ ഒരു ദിക്ർ നിയത്താക്കിയിട്ട് ചൊല്ലിയത്. ദിക്ർ അർദ്ധരാത്രി സമയത്ത് വെള്ളിയാഴ്ച രാവിലാണ് ചൊല്ലിയത്. ഇന്ന് തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ ഇന്നത്തെ രാവിൽ തന്നെ കഴിയുന്നവരും നിങ്ങൾ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടി, ആ ഒരു വിഷമത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കടം കൊണ്ടാണ് പ്രയാസമുള്ളത്, ആ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി അല്ല ഇന്ന് കാണിച്ചു തരാൻ, എന്തെങ്കിലും ഒരു വഴി നേരം വെളുക്കുമ്പോഴേക്കും ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ, അങ്ങനെയൊക്കെ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. ഇൻഷാ അല്ലാ അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടും. അപ്പോൾ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യുക. തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും. സുബഹി ബാങ്ക് വരെ അള്ളാഹിനോട് ഇങ്ങനെ ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ ഇന്നാലിന്നെ പ്രയാസമുണ്ട്. ഒരുപാട് സഹോദരിമാർ ഓരോ വിഷമം പറഞ്ഞിട്ട് ഇങ്ങനെ വാട്സപ്പിലൂടെ എഴുതി അറിയിക്കുന്നുണ്ട് അവരോരോ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. അപ്പോൾ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്, ഇന്ന് തഹജ്ജുദ് നമസ്കരിക്കാൻ എണീറ്റിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുപോലെ ഞാനിപ്പോൾ ഈ ദിക്ർ പറഞ്ഞില്ലേ, ഈ ഒരു ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങൾ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഇങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ ആ മനസ്സിലുള്ള പ്രയാസം ഇങ്ങനെ അള്ളാഹിനോട് പറയുക. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ട്, റബ്ബേ എൻ്റെ മനസ്സിലുള്ള വേദന തീർത്ത് തരണേ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ചോദിച്ച് വാങ്ങിക്കോളി. അള്ളാഹു ഉത്തരം തരും, ഉറപ്പാണ്. അള്ളാഹു നിങ്ങളെ ദുആ കേൾക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരുപാട് നാളായി അള്ളാഹിനോട് പറയുന്നു, എനിക്കൊന്നും ഉത്തരം അല്ല ഇതുവരെ തന്നിട്ടില്ല, എന്നെ മാത്രം അല്ല ഇങ്ങനെ പരീക്ഷിക്കുകയാണ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അള്ളാഹു കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോ ദുആയും, നമ്മൾ ഓരോ ദിക്ർ ചെല്ലുന്നതും, നമ്മൾ ഓരോ സ്വലാത്ത് ചെല്ലുന്നതും ഒക്കെ അല്ല കേൾക്കുന്നുണ്ട്. അള്ളാഹു അതിനൊക്കെ നമുക്ക് ഉത്തരം നൽകുന്നതാണ് ഇൻഷാ അല്ലാ. അതുകൊണ്ട് ദുആ നിർത്തി വെക്കല്ല വേണ്ടത്, ദിക്ർ നിർത്തി വെക്കല്ല, സ്വലാത്ത് നിർത്തി വെക്കല്ല, അങ്ങനെയല്ല വേണ്ടത്. വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ അടുക്കുക. അള്ളാഹുവിനോട് ഒരുപാട് തവണ അടുക്കുക. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട്, ഇന്ന് തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരും മറന്നു പോകണ്ട. മുത്തു റസൂലിൻ്റെ പേരിൽ 3 യാസീൻ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഓതിക്കോളി. പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ 3 യാസീൻ, തിങ്കളാഴ്ച രാവിലെ 3 യാസീൻ, അത് ഓതി കഴിഞ്ഞിട്ട് വേറെ എന്ത് കാര്യങ്ങളും ചെയ്താൽ മതി. നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ ഓതുന്നവരുണ്ടാവില്ലേ, നമ്മൾ മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞിട്ട് തബാറക്ക, ബാക്കിയ സൂറത്ത് അല്ലേ, സൂറത്ത് സജ്ദ, അങ്ങനെയൊക്കെ നമ്മൾ ഓതുന്നവരുണ്ടാവും. അതൊക്കെ ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ അങ്ങോട്ട് ഓതുക. 3 യാസീൻ, ആദ്യം ഫാത്തിഹ വിളിക്കുക, ഇതിൻ്റെ ശേഷം 3 യാസീൻ ഓതുക. പിന്നെ നമ്മൾ നിയ്യത്താക്കി വെക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ദിക്റുകൾ, സ്വലാത്തുകൾ, അതൊക്കെ ചൊല്ലി തീർക്കുക. ഇന്നത്തെ രാവൊക്കെ ഒരുപാട് മഹത്വമുള്ള രാവാണ്. അതുപോലെ വെള്ളിയാഴ്ച രാവുമൊക്കെ ഒരിക്കലും പാഴാക്കി കളയണ്ട. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ദിക്ർ നിങ്ങളവിടെ എഴുതി വെച്ചോളി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആയാണ് ഈ ഒരു ദിക്റാണ്. ഈ ഒരു ദിക്റിനെ പറ്റിയുള്ള ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അത്രക്കും പവിത്രമുള്ള ദിക്റാണിത്. ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഇതിന് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ്. കേട്ടിട്ട് പാഴാക്കി കളയേണ്ട. ദുരിതവും പ്രയാസവും വിഷമങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. തിങ്കളാഴ്ച രാവാണ് ഇന്ന്. നമ്മളെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടണം. നാളെ തിങ്കളാഴ്ച ആവുമ്പോഴേക്കും, നേരം വെളുക്കുമ്പോഴേക്കും ഒരു സമാധാനം എൻ്റെ മനസ്സിന് കിട്ടാൻ, അല്ലെങ്കിൽ ഇന്ന ഒരാൾക്ക് എനിക്ക് പണം കൊടുക്കാനുണ്ട്, അത് കൊടുക്കാനുള്ളൊരു വഴി അല്ല, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ എന്നൊക്കെ മനസ്സിൽ നിയത്താക്കിയിട്ട് ചൊല്ലിക്കോളി. ഒരു 3 മണിയൊക്കെ ആവുന്ന സമയത്ത് അങ്ങോട്ട് എണീക്കുക. ഒരു 3-3:30 ആവുന്ന സമയത്ത് എണീറ്റിട്ട് ഇതുപോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 1000 തവണ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആരോടും, നല്ലൊരു സമയമാണ് ഒരു 3-3:30 ടൈം അല്ലേ. ആരും ഒച്ചയും ബഹളവും സംസാരവും ഒന്നും ഇല്ലാത്തൊരു ടൈം അല്ലേ.
ആ ഒരു ടൈമിന് ആ ദിക്റൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ എടുക്കുക. ഇങ്ങനെ കരഞ്ഞോണ്ട് നുള്ളിപ്പെറുക്കി അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹിനോട് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മടുപ്പുണ്ടാവരുത്. അള്ളാഹുവിനോട് ചോദിച്ചത് തന്നെ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ കൽബിലുള്ള എല്ലാ പ്രയാസവും നമ്മൾ നുള്ളിപ്പെറുക്കി അള്ളാഹുവിനോട് പറയുക. എന്ത് ചെറിയ വിഷമമായിക്കോട്ടെ അതൊക്കെ അള്ളാഹിനോട് പറയുക. റബ്ബേ, ഇങ്ങനെയുള്ള കാര്യമുണ്ട് റഹ്മാനെ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ട് അള്ളാഹ്, ഒരുപാട് വിഷമത്തിലാണ് റബ്ബേ, ബുദ്ധിമുട്ടിലാണ് റഹ്മാനെ. അങ്ങനെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ അള്ളാഹു നിങ്ങളെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. ഇൻഷാ അല്ലാ നമ്മുടെ മനസ്സിലുള്ള എന്ത് തരത്തിലുള്ള വിഷമമാണോ പ്രയാസമാണോ അതൊക്കെ അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.